ഹീറ്റ് സ്ട്രോക്ക് വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഹീറ്റ് സ്ട്രോക്ക് വരാതെ നോക്കുന്നതാണ്. സോ വെൽക്കം ടു സമ്മർ കെയർ സീരീസ് എപ്പിസോഡ് 3. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയുള്ള വെയില് ഇവർ കൊള്ളാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. രാവിലെ 10 മണി മുതൽ 4 മണി വരെ മാക്സിമം റെസ്റ്റ് ഇവർക്ക് കൊടുക്കുക. ഇവർ കിടക്കുന്ന ഏരിയയിൽ അത് കൂടാവട്ടെ അല്ലെങ്കിൽ പുറത്താവട്ടെ ഫാൻ വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇനി നിങ്ങൾ എല്ലാ ദിവസവും നടത്താൻ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ 10 മണിയുടെ മുമ്പേ, അതായത് കുറച്ച് നേരത്തെ നടത്താനായിട്ട് കൊണ്ടുപോകുക. അല്ലാന്നുണ്ടെങ്കിൽ 5 മണിക്ക് ശേഷം നിങ്ങൾ നടത്താനായിട്ട് പോവുക. അതായിരിക്കും ഈ ഒരു സമയത്ത് ഇവരുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഡീഹൈഡ്രേഷൻ വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതിന് പറ്റിയിട്ടുള്ള ഒരേ ഒരു വഴി, ഇവർ കിടക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇവർക്ക് എത്താവുന്ന ദൂരത്ത് നമ്മൾ എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കുക. നോർമൽ വാട്ടറിന് പകരം നിങ്ങൾ ഈ ചൂടുകാലത്ത് തണുത്ത വെള്ളം കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ ഈ ഒരു സമ്മർ കെയറിൽ ലിയോലാവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഈ ഒരു സമ്മർ കെയറിൽ അവർക്ക് ഐസ് ക്യൂബ്സ് കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഈ ഒരു ചൂടുകാലത്ത് ഐസ് ക്യൂബ്സ് കൊടുത്താൽ നിങ്ങളുടെ ഡോഗ്സ് എന്തായാലും കഴിച്ചിരിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 10 ഡേയ്സ് ഒക്കെ കൂടുമ്പോഴാണ് ഇവരെ കുളിപ്പിക്കുന്നത്. എപ്പോഴും ഈർപ്പം ഇവരുടെ ബോഡിയിൽ നിൽക്കുന്നത് നല്ലതല്ല. അത് ഇവർക്ക് സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. പക്ഷേ ചൂടാണ്, ഇവരുടെ ബോഡിയിലോട്ട് വെള്ളം വരുമ്പം ഇവർക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല തണുത്ത വെള്ളത്തിൽ ഒരു ടവല് മുക്കിയിട്ട് അത് പിഴിഞ്ഞതിന് ശേഷം ഇവരുടെ ബോഡി ഒന്ന് തുടച്ചു കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ സമ്മർ ടൈമിൽ ഡെയിലി 2 തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഫ്രഷ് ആക്കാനും ഇവർക്കൊരു ഉന്മേഷം കിട്ടാനും അത് ഒരുപാട് സഹായിക്കും. പിന്നെ ഫുഡിന്റെ കാര്യമാണ്. ഓരോ സീസണിലും ഇവരുടെ ഡയറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ സമ്മർ ടൈമിൽ നമ്മൾ ഫുഡുകൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.